കൊതിച്ചിപ്പും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ ജിങ്കിടി ചിക്ക ജിങ്കിടി ചിക്ക. ലോകനാർക്കാവില് എന്തേ? ഓ ആടെ എന്താ പരിപാടി? നിന്റെ അമ്മേരെ സിനിമാറ്റിക് ഡാൻസ് ആണ്. ആടാക്ക് നിങ്ങൾ ബിന്ദു അച്ഛന്റെ വീട്ടിൽ എന്തിനാ പോയത്? എന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ ആടെ ചെന്നിട്ട് എന്തെല്ലാം പറഞ്ഞു? നമ്മ നാട്ടു വർത്താനം പറഞ്ഞിരുന്നു അത്രമാത്രം. എന്തേ പുല്ല് എത്തുന്നതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ നാട്ടു വർത്താനം പറച്ചില്? നിങ്ങൾ ആരെ കുറിച്ചാ പരദൂഷണം പറഞ്ഞതെന്ന് പറയാൻ മനസ്സില്ല. നിങ്ങൾ ഉണ്ടല്ല ആരുടെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞെന്ന് പറ. നീ പേടിക്കണ്ട, കല്യാണം മുടക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഉപകാരമുള്ളൊരു കാര്യം ചെയ്യില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലപ്പാ. നീ പോടാർന്ന് ഒന്നും പറഞ്ഞിട്ടേ കഴിച്ചേ. ചന്ദ്രേട്ട പറ. പവി, ഞാനൊന്ന് ഹോട്ടലിൽ പോയിട്ടാകുമ്പോ കല്യാണം മുടക്കാൻ ആരോ വിളിച്ച കാര്യം പറഞ്ഞിട്ടേ. പറഞ്ഞു. ഞാനിന്ന് കണ്ടത്തിലെടുത്ത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു. നിന്റെ ആ പിള്ളേരില്ലേ, അവര് കൊറേ ദൂരെ മാറി നിൽക്കുന്നു. നീ കയ്യൊങ്കിൽ അവിടെ പോയി ചോദിക്ക്, ഈ കല്യാണത്തിന് അവരെ നിലപാടെന്നാന്ന് നമുക്കൊന്നും അറിയാലോ. രാത്രി കോൽക്കളി പരിപാടിയുണ്ട്. എന്തായാലും ഇന്ന് തീരുമാനമാക്കാം. നീ നോക്ക്. എൻ്റെ അമ്മയനീത്തിയൊന്നും എൻ്റെ അച്ഛൻ പറയുന്നതിനപ്പുറം പോവില്ല. നാട്ടുകാർ കല്യാണം മുടക്കാൻ നോക്കുന്നൊക്കെ എനക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിലുള്ളവരും തുടങ്ങിയാലേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് എനക്കറിയാം. നിങ്ങളെയൊക്കെ ഇപ്പൊ കാണാനില്ലല്ലോ. ഏടെയാന്ന്? നിങ്ങളെല്ലേ കാണാൻ കിട്ടാത്തത്. എപ്പോഴും ചന്ദ്രേട്ടൊപ്പം കാണാല. പിന്നെ പെണ്ണ് കാണുന്ന തിരക്കാന്ന് വിചാരിച്ചിട്ടാന്ന് വിളിക്കാൻ. അല്ലേ ഒന്നുമില്ലപ്പാ. കല്യാണം എന്നൊക്കെ പറയുന്ന കയ്യാലും മേലെ ഇരിക്കുന്ന തേങ്ങ പോലല്ലേ. നീ എന്നാന്ന് സൈലന്റ്? ഇങ്ങനെയൊന്നും അല്ലല്ലോ. ലൈഫ് ഹാസ് ടു ഗോ ഓൺ പോവിയേട്ടാ. അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. അത് അഭിയേട്ടൻ രാവിലെ ഒന്ന് നോവല് വായിച്ചു. നോവല്. നിങ്ങ ബിബീഷിന്റെ ഫോട്ടോ എടുപ്പിന് വന്നിട്ട് എന്താ മാറിയെന്നിന്? നിങ്ങ അവിടെ വന്നിനാ? ഞാൻ ജസ്റ്റ് വന്നിന്. ഇത്രയും നാളായിട്ട് നമ്മളെ കല്യാണം വിളിക്കാത്തതിന്റെ ഒരു മനപ്രയാസം ഉണ്ടായിനി. പിന്നെ ചങ്ങായിയല്ലേ പോയി നോക്കാന്ന് വിചാരിച്ചു. അത് നല്ലതാണ്. എന്താ ചോദിച്ചു? ഞാൻ വെറുതെ ഉടനെ ഉണ്ടാവോ? ഒന്നൊന്നര മാസം കൊണ്ടുണ്ടാവില്ല. 1.5 മാസം. 1.5 മാസം 1.5 മാസമായാലും 2 മാസമായാലും ഇപ്പൊ നാളെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് കെട്ടിപ്പോവാന്നല്ലേ ഉള്ളൂ. അല്ലേ പവിയേട്ടാ? അല്ലേ പവിയേട്ടാ? എന്നാ പുതിയ നെഗ് വല്ലതും ഉണ്ടാ? നിന്റെ വരവ് കാണുമ്പോഴേ പേടിയാവുന്നല്ല. നെഗൊന്നുമില്ല, ഫുൾ പോസിറ്റീവ് ആണ്. ഏട്ടന്റെ വെഡിങ് നേരത്തെ ആക്കി. 3 ദിവസത്തിനുള്ളിൽ കല്യാണം. 3 wedding in 3 days. അതല്ലേ? പിന്നെ സുജിനേജിന്റെ കല്യാണത്തിനൊന്നും കാത്തിക്കുന്നില്ല. അതിനു മുമ്പ് ഈ വരുന്ന ബുധനാഴ്ച ഇത് നടത്താൻ വിചാരിക്കുന്നു. കല്യാണം. അയ്യോ, എന്തൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഫുൾ പോസിറ്റീവ് അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. പറയാനേ വന്നി. എല്ലാരും ഉണ്ടാവണേ. ആര് ഒന്നും പറ്റിയില്ല. അപ്പൊ ഹെഡിങ്ങനെ കാണാം. ബിബീഷിന്റെ കല്യാണം പോസിറ്റീവ് ന്യൂസ് അല്ലേ? പിന്നെ 3 ദിവസമല്ലേ ഉള്ളൂ. നമ്മളെ പയ്യനല്ലേ ബിബീഷിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണം. ഞങ്ങൾ വന്നാ പിന്നെ മെല്ലെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അഭിയേട്ടന് കുറച്ച് കഞ്ഞി മേടിച്ചു കൊടുക്കും. പോവാം. നീ എന്താ രാവിലെ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല? എന്നിട്ട് ഇന്നലെ രാത്രി വിളിച്ച് ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞല്ലേ. ഓ, അതാണ് കാര്യം. അതിന് വഴി ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ. ചന്ദ്രേട്ടാ, എന്ത് വഴി ഉണ്ടാക്കല്? ഇനി 3 ദിവസം 4ന്റെ അന്ന് കല്യാണം. ഓളയും കെട്ടി അങ്ങ് പോവും. എനിക്ക് സുജിനെ കിട്ടൂലെന്ന്. അതിന് 3 രാത്രിയും പകലും നിവർന്ന് കിടപ്പില്ലടോ.
ചന്ദ്രേട്ട എന്ത് നീണ്ടു കിടക്കല്? ഇനി അധിക ദിവസമല്ലല്ലോ. സുജിനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ടെൻഷനോട് ടെൻഷൻ. നമുക്ക് ഉറപ്പില്ല കാര്യം മാത്രം ചെയ്യാം പോരെ. തലച്ചോറ് കലങ്ങി. അതെ, നമുക്ക് ഓനോട് പറഞ്ഞു. ആരോട്? ഡിവിഷനോട്. കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? കല്യാണം കഴിക്കാൻ പോകുന്നോട് കല്യാണം മുടക്കാൻ പറയണം. ഇത് ബഗിട് പോയി പറയുന്നത്. പിന്നിപ്പോ എന്താ ചെയ്യല്? ഞാൻ നാളെ കേട്ട് എന്ന് വേഗം പറ. നീ ഏട് വരുന്നേ? അറ്റേ വീട് ഒരാക്കെ തൂറാൻ പറ്റും. ഇങ്ങോട്ട് തന്നെയായിരുന്നു. അമലെ, അഭിയേട്ടാ എണീക്ക് എണീക്ക് എണീക്ക്. എന്നാടാ കിരണേ രാവിലെ എണീപ്പിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വരാം. വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വീട്ടിലെല്ലാം പോകുന്നതിന് മുമ്പ് അത് കേട്ടു നോക്ക്. ഡാർക്ക് അടിക്കുന്നല്ല. നമ്മൾ ബിബീഷിനോട് ഒരു വലിയ ചതി ചെയ്യാൻ പോകും. എത്ര നാളോ എന്നല്ലേ ചെയ്തോണ്ടെന്ന്. ഇത് തേച്ചാലും മാച്ചാലും മായാത്ത വേറൊരു ചതി. സ്ത്രീ വിഷയം, വൈറൽ വീഡിയോ. മറ്റേതാ? എടാ അത്രയ്ക്കൊന്നുമില്ല, ജസ്റ്റ് വെള്ളം അടിച്ച് നൃത്തം ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ. അതിപ്പോ അത്ര വലിയ പ്രശ്നമാവോ? തുള്ളൊന്ന ഒരു പെണ്ണിന്റെ കൂടെയാണെങ്കിലോ? നമ്മുടെ നാട്ടിൽ നാറാൻ അതൊക്കെ പോരെ. പെണ്ണോ? യു മീൻ ക്യാബറേ? നമ്മ ഫാമിലി ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. കൊടുക്കാൻ നമ്മളും നാറും കിരണേ. പറഞ്ഞിട്ടൊന്നും വേണ്ട. അതൊന്നും ഇല്ലെന്ന്. അഭിയുടെ ഒരു പഴയ വീടില്ലേ, ആടെ ഇപ്പം ആരും താമസമില്ലല്ലോ. ഇല്ല, അതിന് യെസ്. കാര്യപരിപാടി ആടുന്നു മതി. ഇന്ന് സന്ധ്യക്ക് കള്ളു കുടിക്കാനുള്ള സാധനങ്ങളും ബാക്കി സെറ്റപ്പൊക്കെ ആയിട്ട് അഭിയേട്ടൻ ആടെ ഉണ്ടാവണം. ബിബീഷിനെ നമ്മളെ ചെലവാന്നും പറഞ്ഞ് അങ്ങോട്ട് വരുത്തിക്കാം. ഹോസിന് കള്ളു കുടിക്കാനെന്ന് പറഞ്ഞ ഓൻ എന്തായാലും വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓനെ നമ്മൾ കള്ളു കുടിപ്പിച്ച് ഫിറ്റാക്കുന്നു, പെണ്ണിന്റെ ഒപ്പം ഡാൻസ് കളിപ്പിക്കുന്നു, വീഡിയോ എടുക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും അയച്ച് വൈറലാക്കുന്നു, ഓൻ നാറുന്നു, കല്യാണം മുടങ്ങുന്നു. കിരണേ, എന്ത് ബുദ്ധിയാണോ നിനക്ക്? നീ മലയാള സിനിമേനെ വേറെ തലത്തിലെത്തിക്കും. നോക്കിക്കോ. അയിനോ ഇത് നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടീസ് ആണ്. ഇതവിടെ സെറ്റ് ആക്കി വെക്കണം. നമ്മൾ പോയിട്ട് വരാം. എടാ, അല്ല ഒറ്റയ്ക്ക് തുള്ളിയാ വൈറലാവില്ലല്ലോ. പെണ്ണ് വേണ്ടേ? ഞാനും അമ്മലും അതിന് പോയിട്ട് വരാം. അതെ അതെ, ഈ വക കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ പോലുള്ളവരാണ് പോകേണ്ടത്. എന്ത് റിസ്ക് എടുത്തും ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവരും. അല്ല, നമ്മളെ വീടിന്റെ ഭാഗത്ത് ആൾക്കാർ വല്ലതും ഉണ്ടാവുക? അത് വലിയ വിഷയമല്ല. ആ കാട്ടുമുക്കിൽ വീടെല്ലാം കുറവാന്ന്. ആ കാട്ടുമുക്കില ആടെ തന്നെ ആടുമ്പോ വീടുണ്ടാവില്ല, ആൾക്കാരും കുറവായിരിക്കും. ആടെ എങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തല്? അതാ നിന്റെ വണ്ടിയിലെ ടയർ പഞ്ചറായി മറിഞ്ഞിട്ട് ഓനെ ഇങ്ങോട്ട് വരാൻ പറയാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, വിളിച്ചു വരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഓ സമ്മതിക്കും? ഓ, പോത്തിനോടൊപ്പം ഞാൻ ഇത്രയേറെ പേര് ചൊല്ലി. എടാ, ഓനിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഓനെ കൊഞ്ചിക്കാനല്ല, ഓന്റെ കയ്യും കാലും തല്ലി ഓടിക്കാനാണ്. നിങ്ങൾ എന്നായി പറയുന്നത്? ഓൻ ഒരാഴ്ച ആശുപത്രി കിടത്തിയാലേ ഈ കല്യാണം മുടക്കാറിയോ. പിന്നെ ഇരുട്ടടി ആയതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. ചെറിയ ഉതിർ ചെയ്താൽ മതി. ഇവിടെ നിനക്കും തരാൻ 2 ഒരു ഒറിജിനാലിറ്റിക്ക്.